അന്ധമായ നരേന്ദ്രമോദി വിരോധവും BJP വിരോധവും കൊണ്ട് കണ്ണിൽ തിമിരം ബാധിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്. ദേശവിരുദ്ധവും രാജ്യവിരുദ്ധവുമായ പ്രവർത്തനങ്ങളും വാക്കുകളുമാണ് നിരന്തരമായി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയൊരു വിവാദം കത്തിപ്പടർന്നിരിക്കുന്നു. ബഡ്ജറ്റിൻ്റെ ഭാഗമായി തമിഴ്നാട് സർക്കാർ അവതരിപ്പിച്ച ഡോക്യുമെൻറ്റുകളിൽ രൂപയുടെ ചിഹ്നത്തിനു പകരം വികലമായ തമിഴ് ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു. അതായത് അന്തർദേശീയ തലത്തിൽ തന്നെ രൂപയുടെ ചിഹ്നമായി, രൂപയ്ക്ക് പകരമായി അംഗീകരിച്ച, ലോകം അംഗീകരിച്ച, രാജ്യം അംഗീകരിച്ച ആ ഒരു ചിഹ്നം, ആ ചിഹ്നം ഒരിക്കൽ രാജ്യം അംഗീകരിക്കപ്പെട്ടാൽ പിന്നീട് അത് പൊതുസ്വത്തായി മാറുന്നതാണ്. അതിനെ ഒരിക്കലും മാറ്റാൻ ആർക്കും കഴിയില്ല, ഒരു സംസ്ഥാനങ്ങൾക്കും അവകാശമില്ല. അത് ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അങ്ങനെ ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ ഭാഗമായ ഇന്ത്യയുടെ തന്നെ ഐഡൻറ്റിറ്റിയായ രൂപയുടെ ആ ചിഹ്നത്തിനെ മാറ്റി തമിഴിൽ വികലമാക്കി മാറ്റിയിരിക്കുന്നു MK സ്റ്റാലിൻ. അപ്പോൾ രാജ്യത്തിലെ നിയമങ്ങൾ സ്റ്റാലിൻ അംഗീകരിക്കുന്നില്ല, രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറിയിരിക്കുന്നു, രാജ്യത്തിൻ്റെ പൊതു സ്വത്തിനെ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനു മുൻപ് രാഷ്ട്രഭാഷയെ MK സ്റ്റാലിൻ അംഗീകരിച്ചിരുന്നില്ല. തമിഴാണ് രാഷ്ട്രഭാഷ എന്നാണ് MK സ്റ്റാലിൻ പറയുന്നത്. രാഷ്ട്രഭാഷയായി ഹിന്ദിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് MK സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ രാജ്യത്തിൻ്റെ കറൻസിയുടെ ചിഹ്നം, ആ കറൻസിയെ MK സ്റ്റാലിൻ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ പുതിയ ഈ വികലമാക്കി തമിഴിലുണ്ടാക്കിയ ആ ചിഹ്നം പതിച്ച നോട്ടുകൾ മാത്രം മതി എന്ന് MK സ്റ്റാലിൻ നാളെ പറയുമല്ലോ. അതിനേക്കാൾ ഉപരി രാഷ്ട്രത്തിൻ്റെ പതാക, ദേശീയ പതാക വേണ്ട, തമിഴ്നാട്ടിന് സ്വന്തമായി ഒരു പതാക ഉണ്ടാക്കാം എന്ന് MK സ്റ്റാലിന് തോന്നിയാലോ? അങ്ങനെ രാജ്യത്തിൻ്റെ പൊതു സ്വത്തുക്കളെ അംഗീകരിക്കാതെ, രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കാതെ വെറും കേവലം പ്രാദേശികവാദം മാത്രം നടത്തുന്ന തരംതാണ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് MK സ്റ്റാലിൻ. നമുക്കറിയാം, തമിഴിനെതിരെ MK സ്റ്റാലിൻ നടത്തിയ വലിയ വലിയ വാക്കുകൾ, വലിയ വലിയ പ്രതികരണങ്ങൾ. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റുന്നതിന് മുൻപായി പ്രത്യേക അധികാരമുണ്ടായിരുന്ന സമയത്തിന് ജമ്മു കാശ്മീരിൽ എന്തായിരുന്നു സ്ഥിതി? ജമ്മു കാശ്മീരിന് സ്വന്തമായി പതാകയുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ ഭരണകൂടം, അവിടുത്തെ ജനത ഇന്ത്യയുടെ പതാക, രാഷ്ട്ര പതാക അംഗീകരിക്കുമായിരുന്നില്ല. പ്രത്യേക നിയമങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭാഗമാണെന്നൊരിക്കലും ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് തോന്നിയിരുന്നില്ല. അവർ മറ്റൊരു രാഷ്ട്രമായി അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേക എൻറ്റിറ്റിയായി വേറിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അതിനെ പൊളിച്ചത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ 370 എടുത്ത് തോട്ടിൽ കളഞ്ഞു, ദൂരെ കളഞ്ഞു. അതോടുകൂടി ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറി പൂർണ്ണമായും. ഇന്ത്യയുടെ ദേശീയതയെ ജമ്മുവിലെ ജനങ്ങൾ അംഗീകരിച്ചു, കശ്മീരിലെ ജനങ്ങൾ അംഗീകരിച്ചു. ഒടുവിൽ താഴ്വാരത്തുണ്ടായിരുന്ന കലാപങ്ങളും തീവ്രവാദവും മാറി. അവിടെ ഇപ്പോൾ പുതിയ ജനത രൂപപ്പെട്ടു. അവർക്ക് പഠിക്കണം, അവർക്ക് ജോലി വേണം, അവർക്ക് ബിസിനസ് ചെയ്യണം. അങ്ങനെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായി ജമ്മു കാശ്മീർ ചുരുങ്ങിയ കാലം കൊണ്ട് മാറി. അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് പോകേണ്ടത് നരേന്ദ്രമോദിക്കാണ്, ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാരിനാണ്. കാരണം അവിടെ ഏറ്റവും തടസ്സമായി നിന്നത് ആർട്ടിക്കിൾ 370 ആണ്. ദേശീയതയ്ക്ക് വിരുദ്ധമായി നിന്ന ആ നടപടികളെ മുഴുവൻ അടിമുതൽ മുടിവരെ മാറ്റിമറിച്ചു നരേന്ദ്രമോദി. അതിന് സമാനമായ ഒരു നടപടിയാണ്, ഓപ്പറേഷനാണ് തമിഴ്നാട്ടിൽ വേണ്ടത് എന്നുള്ളത് ഏറ്റവും വ്യക്തമാണ്. ഇന്ത്യയുടെ പരമാധികാരത്തിനെ മാനിക്കാത്ത, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ മാനിക്കാത്ത, ദേശീയ ഭാഷയെ മാനിക്കാത്ത MK സ്റ്റാലിൻ എന്താണ് ചിന്തിക്കുന്നത്? സ്വന്തം കുടുംബത്തിൻ്റെ കള്ളത്തനങ്ങളും കൊള്ളരുതായ്മകളും കൊള്ളയും ഒക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി തമിഴ്നാടിനെ ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാണോ MK സ്റ്റാലിൻ ആഗ്രഹിക്കുന്നത്? ചിലപ്പോൾ നാളെ അതും സ്റ്റാലിൻ ആവശ്യപ്പെട്ടേക്കാം. ഞങ്ങൾക്ക് തമിഴ് സംസാരിക്കുന്ന, ഞങ്ങൾക്ക് ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേരേണ്ട, ഞങ്ങൾക്കൊരു പുതിയ രാജ്യമാകണം, പുതിയൊരു രാഷ്ട്രമായി ഞങ്ങളെ പ്രഖ്യാപിക്കണം എന്നൊക്കെ MK സ്റ്റാലിൻ പറഞ്ഞിരിക്കാം. പക്ഷേ ഇത് അതിരു കടക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകുകയാണ്. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ് ജമ്മു കാശ്മീരിനെ നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിൽ തമിഴ്നാട്ടിലെ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെ കൂടുതൽ ഇനി കേന്ദ്ര സർക്കാരിട്ട് ചൊറിയാൻ വന്നാൽ തമിഴ്നാട്ടിലെ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി തമിഴ്നാട്ടിലെ ഈ കള്ളന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കൽത്തുറങ്കലിലടയ്ക്കാൻ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും
ഇന്ത്യയുടെ പരമാധികാരത്തിന് അംഗീകരിക്കാതെ, ഇന്ത്യയുടെ ദേശീയതയെ അംഗീകരിക്കാത്ത ഒരു രാജ്യവിരുദ്ധനാണ് എം കെ സ്റ്റാലിൻ എന്ന് ഒരിക്കൽ കൂടി സ്റ്റാലിൻ തെളിയിച്ചിരിക്കുകയാണ്.